ഒരു 5 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ കോടതി വിധി മാനിച്ചിരുന്നതാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോൾ ശരിക്കും മീഡിയ പറയുന്ന ഒരു മുൻവിധിയെ അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും കോടതി പറഞ്ഞ എല്ലാ മീഡിയ വഴിയിലൂടെ നമ്മൾ അറിഞ്ഞത് മീഡിയ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു മേജോറിറ്റി സമൂഹം ഇപ്പോൾ ഇല്ല ശരിക്കും. അവരുടെ മുമ്പിൽ ഇപ്പോഴും ഇപ്പോൾ കോടതി നിരപരാധി, ഇപ്പോൾ എക്സോർ അതിൻ്റെ പിന്നാമ്പുറം എന്തും ആയിക്കോട്ടെ, കോടതി നിരപരാധി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പോഴും കുറ്റവാളി എന്ന് പറഞ്ഞ് ഞാൻ പറയണത് ഇപ്പൊ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന ഒരാള് അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം അദ്ദേഹം കോടതി, ഞാനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം എന്ന് വിചാരിച്ചെന്നെ. എനിക്ക് അത് ബാധിച്ചുകൊണ്ട് നടക്കാനുള്ളതൊന്നുമില്ല. ഇത്രയും വർഷം അതിനോട് പടവെട്ടി, 8-8.5 വർഷത്തോളം അതിനോട് പടവെട്ടിയിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷന് പറ്റിയില്ല. ശരിയാണല്ലോ? ഇത്രയും സാക്ഷികളും കൂറുമാറിയ സാക്ഷികളൊക്കെ വിട്ടേക്ക്, എന്നാലും പ്രോസിക്യൂഷന് ഒന്നും സമർപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ തോൽവി. ഇത്രയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഫുൾ തെളിവുണ്ടും മറ്റേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ അതൊന്നും എടുത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ പ്രതീക്ഷ വക്കീലും അനു രാജുവൊക്കെ ആദ്യത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നത്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ. ഞാൻ പറയുന്നത് ഒരു പേപ്പർ പോലും ഇത്രയും വർഷം അന്വേഷിച്ചിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാൻ ഒരു നല്ല തെളിവ്, പുള്ളിനെ അകത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തമായിട്ടുള്ള 1, 2, 3, 5 ഒരു തെളിവും ഇല്ലാതെ ഒരു പേപ്പർ പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ജഡ്ജി വെച്ചത്. അപ്പോൾ പുള്ളി അകത്തിടുന്നത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് പുള്ളിനെ? അപ്പം മനഃപൂർവ്വം പുള്ളിനകത്താക്കിയതല്ലേ. ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ, ആരായിരിക്കും ഇപ്പുറം നിൽക്കുന്നത് ഈ മനഃപൂർവ്വം എന്ന് പറയുന്ന ആൾക്കാർ? ആരൊക്കെയാണ് ദിലീപിനെ അകത്താക്കിയിട്ട്? ഒരുപാട് പേർക്കുണ്ടാവും. പുള്ളി താഴ്ന്ന നിലയിൽ നിന്ന് വന്ന ഒരാളാണ്. വാടക വീട്ടിൽ താമസിച്ചു, മിമിക്രിയിൽ വന്നു, സിനിമയിൽ വന്നു, സിനിമയുടെ എല്ലാ മേഖലകളിലും പുള്ളി ഒന്ന് സഞ്ചരിച്ചു, അതിലൊക്കെ എല്ലാം സക്സസ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കുശുമ്പും കുന്നായ്മയും അസൂയയും ഒക്കെ വരും. അതങ്ങനെ പുള്ളിനെ പെടുത്തണമെന്ന് വിചാരിച്ച ആൾക്കാരാണ് ഇതിൽ. ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ നമ്മൾ ആളല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേർക്ക് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയാണ്, അതങ്ങനെയാണ്. കണ്ടിരുന്നു വിധിക്ക് ശേഷം ദിലീപണ്ണെ? ഞാൻ വോട്ട് ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കാണുന്നത് ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ വെച്ച് കണ്ടു. ഞങ്ങളങ്ങനെ വിളിയുമ്പുറത്തിലൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കണേക്കാട്ടും കൂടുതൽ പുള്ളി എല്ലപ്പോഴും ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ്. ഞാനങ്ങനെ ചാൻസ് ചോദിച്ച് വിളിക്കലുമില്ല, ഒന്നുമില്ല. ഒന്നും വരെ ചാൻസ് ചോദിച്ചിട്ടില്ല. പുള്ളി എനിക്ക് ചാൻസ് തന്നേ ഉള്ളൂ. ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ചേട്ടൻ്റെ മകൾക്കെതിരെ ഉൾപ്പെടെ കമന്റുകൾ എന്നെ തോന്നിയിട്ടുണ്ട്. ഈ പുള്ളി അത് ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഇളയ മോളുണ്ടായപ്പോൾ അതിന് ചെന്നൈയിൽ കൊണ്ട് പഠിപ്പിക്കാനൊക്കെ നിർത്തിയത്. കാരണം ഒരു കുട്ടി ഇപ്പം എനിക്കൊക്കെ എതിരെ അതേപോലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് തന്നെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞിട്ട് ഞാൻ കള്ളക്കടത്തുകാരനാണ്, എനിക്ക് 2 പെൺപിള്ളേരുണ്ട്, അവർ സ്കൂളിൽ പഠിക്കാൻ പോകണം, അവരച്ഛൻ കള്ളക്കടത്തുകാരനാണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് പോയി നിന്നത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ ഓഫീസില്ല. അപ്പം ഞാൻ ആലോചിച്ചത് ദൈവം ഇതെന്ത് കേസാ എന്ന് പറഞ്ഞാൽ. അപ്പം എന്നെ ഈ ബിബിൻ ജോർജൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. ചേട്ടാ അടുത്ത പള്ളി എപ്പോഴാണ് വെടിയെന്നൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സുമായി അറിയാത്ത കുറേ കാര്യങ്ങളിൽ പോയി പെടും. ചിലർ പെടുത്തും, ചില ന്യൂട്രൽ പോയിന്റുകൾ വെച്ചിട്ട് നമ്മളതിലായിപ്പോവും. ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എവിടെയുള്ളൊരു പയ്യൻ ഇടക്കിടക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവൻ്റെ നമ്പർ മൊബൈൽ ഫീഡ് ചെയ്യാനൊന്നും പോയില്ല. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കൊരു കോമഡി പോലെയാണ്. ഞാൻ വണ്ടിക്ക് വന്നിട്ട് ബ്ലൂടൂത്തിൽ ഇവൻ്റെ കോൾ വരും, പറയും ഏട്ടാ നിങ്ങൾക്ക് 2 കോടി തരും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഞാൻ 2 കോടി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിളിച്ചു പോയതിൻ്റെ പേരിലൊക്കെയാണ് ഇങ്ങനെ. അവനൊക്കെ ഒരു പാവം പയ്യൻ, ഇതിൻ്റെ ഒരു ഏടിൽ പോലും ഇല്ല, പോലീസ് സ്റ്റേഷനിലായിട്ടൊരു ബന്ധമില്ലാത്ത കോടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവൻ
ഇന്ന നടിനെ പരിചയമുണ്ടോ, ഇന്ന നടിനെ പരിചയമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് ഞങ്ങൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ അവനോട് വിളിച്ചിട്ട് പറഞ്ഞ് 2 കോടിയൊന്നും പോരടാ, 3 കോടി ഉണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെയൊക്കെ തമാശ പറയുമായിരുന്നു. അതൊക്കെയാണ് എന്നെ വിളിപ്പിച്ചത്. പക്ഷേ ആ കേസ് പോയി നിന്നത് അറ്റത്താ പോയി നിന്നത്, കേന്ദ്ര ഓഫീസിലാണ് പോയി നിന്നത്. അത് അത്രയൊക്കെ ഉള്ളൂ. നമ്മളെങ്ങനെ സമാജം നമ്മൾ ആരെയും പറ്റിച്ച് ജീവിച്ചിട്ടില്ല, നമ്മളെ പറ്റിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ഈ ദിലീപേട്ടന്റെ വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ബബ്ബ സിനിമ ഇറങ്ങുന്നു, അതിനെതിരെയും വളരെയധികം ഇപ്പൊ സിനിമ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ആവറേജ് സിനിമ ആയിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സിനിമ തെറി വിളിക്കുന്ന, അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ കാണില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും സജീവമായിട്ട്, പഴയതിലും കൂടുതൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ ഒരു പഴയ ഒരു പ്രഭാവം ഇനി തിരിച്ചു വരില്ലെന്നുണ്ടോ? അദ്ദേഹത്തിന് ഇനി വരാൻ, ആളുകളുടെ ആ ഒരു ഇഷ്ടം ശരിക്കും ഇനി അത് നേടിയെടുക്കാൻ പറ്റുമോ? കാരണം നിരപരാധി വിധി വന്നിട്ടും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസ് വന്നപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വന്നു കുറേ പേർക്കൊക്കെ. എന്താണ് ദിലീപ് ചെയ്തിട്ടുണ്ടാവോ, ദിലീപ് ചെയ്തിട്ടില്ലേ, അങ്ങനെ 2 വിഭാഗമായിട്ട് കുറച്ച് പേര് തിരിഞ്ഞു. പക്ഷേ കല എന്നും ഇതാണ്, ദിലീപ് ഏട്ടൻ്റെ അഭിനയ മികവിനെ ചോദ്യം ചെയ്യാനൊന്നും ഒരാളില്ല. നല്ല സിനിമയാണെങ്കിൽ ഇവിടെ വിജയിക്കും. പിന്നെ കുറ്റാരോപിതം മാത്രമായിരുന്നു, പുള്ളി കുറ്റവിമുക്തനായി. ഇനിയും ദ്രോഹിച്ചുകൊണ്ട് പുറകെ നടക്കും കുറേ ആൾക്കാർ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. ഒരു തെളിവ് ഒരു 8 വർഷം കൊണ്ട് കണ്ടെടുക്കാത്ത ആൾക്കാർ ഇനി എന്താ തെളിവ് ശേഖരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഇതൊരു പോലീസിൻ്റെ നമ്മുടെ അവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ മികവുറ്റ പോലീസ് സംവിധാനമാണ്. അവർ പെട്ടെന്ന് തന്നെ കേസുകൾ തെളിയിക്കുന്ന ആൾക്കാരാണ്. നിസ്സാര സമയം കൊണ്ട് കേസുകൾ തെളിയിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുന്ന ആൾക്കാർ. 8 വർഷം കൊണ്ട് അവർക്ക് നടക്കാത്ത കാര്യം ഇനി മേൽക്കോടതികളിൽ പോയാൽ എങ്ങനെ തെളിയിക്കും എന്ന് എനിക്ക് ബോധ്യമില്ല. ഇത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞങ്ങളൊക്കെ നല്ല സൗഹൃദത്തോടു കൂടി ട്രിപ്പ് പോയ ആൾക്കാരും അടിച്ചു പൊളിച്ച ആൾക്കാരൊക്കെയാണ്. എപ്പോഴോ എവിടെയോ വിള്ളലുകൾ വീണിട്ട് വന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയതല്ലേ ഇവിടെയൊക്കെ. അമേരിക്കയിലൊക്കെ ഒരു 19 ദിവസം നല്ല രീതിയിൽ നല്ല കൂട്ടായിരുന്നു. എന്നെയാണ് ആദ്യം ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത് സിനിമയിൽ നിന്ന്. ഈ കേസുമായിട്ടാണ് ദിവസം ഇവരൊക്കെ ചോദ്യം ചെയ്തായിരുന്നു. പല ന്യൂസുകളിലും വന്ന ഒരു കാര്യമാണ്, നാദിർ ഷാ എക്കയുടെ അടുത്ത് പോലീസ് വിളിച്ചിട്ട് മറ്റേ മൊഴി കൊടുക്കാൻ വരുമ്പോൾ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്താൽ മതി, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പം അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം, അങ്ങനെ ഒരു ടോണിൽ പോലീസിൽ നിന്ന് സംസാരിച്ചെന്നൊക്കെ പറയുന്നത്, അതൊക്കെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ച ഒരാളെന്നുള്ളതിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇക്കാക്കാന്നാണ് ഞാൻ വിളിക്കുന്നത്, ആഷിഖിന. ഇക്കാക്ക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം പേടിച്ചരണ്ട് പ്രഷർ കൂടുന്ന ആളാണ് പുള്ളി. പുള്ളിനൊക്കെ അങ്ങനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി പേടിച്ച് അരണ്ടോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലൊരു കുറ്റകൃത്യം ചെയ്യാത്ത ഒരു കേസും ഇല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് ദിലീപ് എന്ന മനുഷ്യരായിട്ടുള്ള ആത്മബന്ധം വെച്ചിട്ട് പുള്ളിനെ അങ്ങനെ ചോദിച്ചതാണ് നമുക്ക് പിടിക്കിട്ടാത്തത്.